നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകാവസാനത്തെക്കുറിച്ചാണ്. എല്ലാ കാലത്തും മനുഷ്യർക്ക് ഒരു ഒബ്സഷൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ലോകം എന്നാണ് അവസാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ള കൺസേൺസ്. നമ്മൾ വെറുതെ ഇൻ്റർനെറ്റിലൊന്ന് ലിസ്റ്റ് ഓഫ് ഡേറ്റ്സ് പ്രെഡിക്റ്റഡ് ടു ബി ദ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിവിശാലമായൊരു ലിസ്റ്റ് നമുക്ക് കിട്ടും. അതായത് മനുഷ്യവംശത്തോളം പഴക്കമുണ്ട് ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ഈ കൺസേൺസിന്. നമ്മൾ ഇന്ന് ഈ കാലത്തും, നിങ്ങൾ വിക്കിപീഡിയയിൽ ഒരു ഡെഡിക്കേറ്റഡ് ലിസ്റ്റ് ഉണ്ട്, ഞാനിതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ ലിങ്കായിട്ട് ഇതിനോടൊപ്പം കൊടുക്കാം. അത് നോക്കിയാൽ മനസ്സിലാവും. ഇനി വരുന്ന കാലഘട്ടങ്ങളിലും 2025 നമ്മൾ സംസാരിക്കുമ്പോഴും 2026 മുമ്പോട്ടുള്ള വർഷങ്ങളിലൊക്കെ ലോകം അവസാനിക്കും എന്ന് പ്രവചിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ ലോകത്തിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ ഒരുപാട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇന്നത്തെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലോക അവസാനം എന്ന് പറയുന്നൊരു സെനാരിയോ ഉണ്ട്. എൻഡ് ഓഫ് ദി വേൾഡ് സെനാരിയോ എന്നോ ഡൂംസ് ഡേ സെനാരിയോ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ സയൻസ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊരു കാലത്ത് മനുഷ്യന് മനസ്സിലായിട്ടില്ലാത്ത പ്രകൃതി പ്രതിഭാസങ്ങൾ, പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ലാതെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന വാൽനക്ഷത്രങ്ങൾ, ആർക്കും മുന്നറിയിപ്പില്ലാതെ സംഭവിക്കുന്ന ഭൂമികുലുക്കങ്ങൾ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതൊക്കെ ഒരു കാലത്ത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ലോകാവസാനത്തിൻ്റെ സൂചനകളാണ് എന്ന് മനുഷ്യർ കരുതിയിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടായതിനു ശേഷവും ഒരുപാട് പേർ സമാന്തരമായി തന്നെ ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1910 20ാം നൂറ്റാണ്ടിലാണ് ഹാലിസ് കോമറ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അതിൻ്റെ വാലിൽ, അത് വാതകങ്ങളാണ് എന്നറിയാമല്ലോ, അപ്പോൾ ഹാലിസ് കോമറ്റിൻ്റെ വാലിൽ സയനോജൻ എന്ന് പറയുന്ന ഒരു വിഷവാതകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഈ ഹാലിസ് കോമറ്റ് എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെ കൂടെ കടന്നു പോകുന്നൊരു വസ്തു മാത്രമാണ്. അത് വിഷവാതകമാണോ അല്ലയോ എന്നുള്ളതൊന്നും ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അതിനകത്തൊരു സയൻറ്റിഫിക് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ലോക അവസാനത്തിനുള്ള സൂചനയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും വലിയ തരത്തിൽ മീഡിയ സെൻസേഷനലിസം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ കോമറ്റ് പിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിഷവാതകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മരുന്നുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഒക്കെ വ്യാപകമായിട്ട് വിറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് മൊത്തത്തിലൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായതിന് ഹാലിസ് കോമറ്റ് അന്ന് കാരണമായിട്ടുണ്ട്. അതുപോലെ യൂറോപ്പിലെ ചില ജ്യോത്സ്യന്മാർ 1524 അവിടെ ഒരു വലിയ മഹാപ്രളയം ഉണ്ടാകുമെന്നും അത് ലോകാവസാനമായിരിക്കുമെന്നും ഒക്കെ പ്രവചിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് യൂറോപ്പിൽ അത് വലിയ പാനിക് സിറ്റുവേഷനാണ് ഉണ്ടാക്കിയത്. പല പ്രഭുക്കന്മാരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ആർക്കുകളൊക്കെ ഉണ്ടാക്കി തയ്യാറെടുത്തിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയോ മറ്റോ പെയ്തതല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് പബ്ലിക്കായിട്ട് തന്നെ ഈ പല പ്രഭുക്കന്മാരും പരിഹസിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും ലോകാവസാന പ്രവചനങ്ങൾക്ക് അവസാനം ഉണ്ടായില്ല. ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റ് വലിച്ചു വെച്ചാൽ അറിയാം, ഇപ്പോഴും ഒരുപാട് പേര് ലോകാവസാന പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡേറ്റ് ആകുമ്പോൾ അത് ഫെയിലാവും. ഇപ്പോൾ എൻ്റെ തന്നെ കഥ പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 2000 ആണ്ട് എന്ന് പറയുന്നത് ലോകാവസാനമായിരിക്കും എന്നൊരു വാർത്ത ആ സമയത്തൊക്കെ പോപ്പുലറായിരുന്നു. അന്ന് എൻ്റെ ഒരു ക്ലാസ്മേറ്റും ഞാനും തമ്മിലൊരു ബെറ്റ് വെച്ചു. ലോകം 2000 ആണ്ടിൽ അവസാനിക്കുമെന്ന് അവനും അവസാനിക്കില്ലെന്ന് ഞാനും പറഞ്ഞു. 50 രൂപയുടെ ബെറ്റായിരുന്നു. അതായത് ലോകം അവസാനിച്ചാൽ ഞാൻ അവൻ 50 രൂപ കൊടുക്കണം, അവസാനിച്ചില്ലെങ്കിൽ അവൻ എനിക്ക് 50 രൂപ തരും എന്നുള്ളതായിരുന്നു ബെറ്റ്. ലോകം 2000 ആണ്ടിൽ അവസാനിച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എനിക്ക് 50 രൂപ കിട്ടിയില്ല. ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ 50 രൂപ ചോദിക്കുന്നത് ഒരു ക്രൂരതയായിരിക്കും എന്ന് അന്നേ തോന്നിയതുകൊണ്ട് ഞാനത് വിട്ടുവന്നേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്, ഇത്തരം കഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമുണ്ടായിട്ടില്ല. ഈ തൊട്ട് മുമ്പ് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് 2012 ലോകം അവസാനിക്കും എന്ന പേരിൽ വലിയ ഒരു കോലാഹലം മീഡിയ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതായത് മായൻ കലണ്ടറുകൾ 2012 അവസാനിക്കുന്നത്, അത് ലോകാവസാനത്തിൻ്റെ സൂചനയാണ് എന്നായിരുന്നു വാദം. അന്ന് 2012 എന്ന പേരിൽ ഒരു വലിയ ഹോളിവുഡ് സിനിമ ഇറങ്ങി. അതും ഈ സെൻസേഷണലിസത്തിന് ആക്കം കൂട്ടി. സിനിമാറ്റിക് ക്വാളിറ്റി നോക്കുമ്പോൾ വളരെ നല്ല സിനിമ ആയിരുന്നുണ്ടെങ്കിലും സയൻറ്റിഫിക്കലായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ ലോകാവസാനങ്ങളുടെ അല്ലെങ്കിൽ ലോകാവസാനം എന്ന സങ്കല്പത്തിന് ഇങ്ങനെ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അത് കുറേ പേര് പ്രവചിക്കും, ആ ഡേറ്റ് ആകുമ്പോൾ ഒന്നും സംഭവിക്കില്ല, അത് മുമ്പോട്ട് പോകും. പിന്നെയും പുതിയ ആളുകൾ യാതൊരു സങ്കോചവുമില്ലാതെ പ്രവചനങ്ങളുമായിട്ട് വരും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സയൻറ്റിഫിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അതോ ഇത് വെറും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്ന ഐഡിയ ആണോ? തീർച്ചയായിട്ടും വിശ്വാസങ്ങളുടെ പേരിൽ വരുന്ന ലോകാവസാന പ്രവചനങ്ങളുടെ സ്വഭാവമല്ല എങ്കിൽ പോലും മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നിലനിൽക്കുന്ന മോഡേൺ ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം എന്ന തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള സാധ്യത ഉണ്ട്.
പക്ഷേ സയൻസ് ഇതിനെ ഈ ലോകാവസാന വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്പെക്ട്രമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് അവിടെ സയൻസ് കൈകാര്യം ചെയ്യുന്നത് റിസ്കിനെയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അതിന് അക്കാഡമിക്കായിട്ട് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതേ ചാനലിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്ന, ദോഷകരമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ പ്രോബബിലിറ്റിയാണ്, ആ സംഭവം നടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്. 2 അതിൻ്റെ ഇമ്പാക്റ്റാണ്, അത് നടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുരുതരമായിരിക്കും. ഇതിൻ്റെ 2ൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് സത്യത്തിൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. ചില സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത്യധികം ഗുരുതരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കാം, പക്ഷേ അത് നടക്കാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും. ചില കാര്യങ്ങൾ വളരെ വളരെ പ്രോബബിലിറ്റി കൂടിയതായിരിക്കും, പക്ഷേ അത് നിസ്സാരമായിട്ടുള്ള കോൺസിക്വൻസസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 കൂടെ ചേർത്താണ് നമ്മൾ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ലോകാവസാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള റിസ്കുകൾ 2 തരത്തിൽ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഒന്നിനെ ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, മനുഷ്യരാശിയെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള, അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ GCR, ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കിന് ഒരു എക്സ്ട്രീം വശം കൂടിയുണ്ട്. അതായത് മനുഷ്യരാശിക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന, നമ്മുടെ ഭാവി സാധ്യതകളെ തന്നെ അടച്ചു കളയുന്ന തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ വിളിക്കുന്നത് എക്സിസ്റ്റൻഷ്യൽ റിസ്ക് എന്നാണ്. ചിലപ്പോൾ അതിനെ എക്സ് റിസ്ക് എന്ന് ചുരുക്കി വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് നിക് ബോസ്ട്രോം എന്ന് പറയുന്ന ഗവേഷകൻ ഈ റിസ്കുകളെ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ ഒരു ഗ്രിഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രിഡിൽ നമുക്ക് ഇടത്തു നിന്നും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ റിസ്കിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ തീവ്രതയാണ് കൂടുന്നത്. താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സാധ്യത, അത് ഏത് സ്കോപ്പിലാണ് നടക്കുന്നത്, എത്രത്തോളം വലിയ സ്കെയിലാണ് അത് നടക്കുന്നത് എന്നുള്ളതായിരിക്കും കൂടുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇടത്തെ അറ്റത്തുള്ളത് വളരെ തീവ്രത കുറഞ്ഞ സംഭവങ്ങളാണ്. ഏറ്റവും താഴെ ഉള്ളത് ചെറിയ സ്കെയിലിൽ, ഒരു പേഴ്സണൽ സ്കെയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിയറിറ്റി വളരെ കുറഞ്ഞ, തീവ്രത വളരെ കുറഞ്ഞ, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുടി നമുക്ക് നഷ്ടപ്പെടുന്നത് അതൊരു പേഴ്സണൽ ലോസാണ്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ സ്കെയിലിൽ നടക്കുന്നതും തീവ്രത കുറഞ്ഞതുമായിട്ടുള്ള സംഭവമാണ്. എന്നാൽ അതേസമയം ഒരു വണ്ടി അധികമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ട്രാഫിക് കൺജഷനുണ്ട്. അതും വളരെ നിസ്സാരമായ സംഗതിയാണെങ്കിലും അത് ഒരാളിന് മാത്രം ബാധിക്കുന്നതല്ല, അതൊരു പ്രദേശത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ലോക താപനില, ആഗോള താപനില ഒരു 0.01 കെൽവിൻ ഉയർന്നതായിട്ട് വിചാരിക്കുക. അതും പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നൊരു വ്യത്യാസമല്ല, പക്ഷേ അത് ഗ്ലോബൽ സ്കെയിലാണ് സംഭവിക്കുന്നത്. ഇനി ഒരു വണ്ടുകളുടെ ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടു പോയി, അവ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് വെച്ചോളൂ. അപ്പോൾ അതും വളരെ നിസ്സാരമാണ്, മറ്റു പ്രദേശങ്ങളിലൊന്നും അത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. പക്ഷേ അത് ട്രാൻസ് ജനറേഷനിലാണ്. ആ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുകയും തലമുറകളെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇനി ഇതേ സമയം തീവ്രത നോക്കിയാലോ, നമുക്ക് പേഴ്സണൽ സ്കെയിലിൽ നടക്കുന്നതാണെങ്കിൽ ഒരു മുടി നഷ്ടപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. എന്നാൽ നമ്മളുടെ കാർ നഷ്ടപ്പെടുന്നത് നമുക്ക് അത്രത്തോളം നിസ്സാരമല്ല. അപ്പോഴും നമുക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, ഒരു ഫേറ്റൽ കാർ ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ടെർമിനലാണ്, ജീവൻ നഷ്ടപ്പെടും. അപ്പോഴും അത് പേഴ്സണലാണ്. എന്നാൽ ഒരു ജിനോസൈഡ്, ഒരു വംശീയ കലാപത്തിൻ്റെ ഫലമായിട്ടൊരു വംശഹത്യ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടെർമിനലുമാണ്, എന്നാൽ അത് പേഴ്സണൽ അല്ലാതാനും അതൊരു പ്രദേശത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ബോസ്ട്രോം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ പിങ്ക് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് എന്ന് വിളിക്കുന്നത്. അതായത് സഹിക്കാവുന്നതാണെങ്കിലും ഗ്ലോബൽ സ്കെയിലിൽ നടക്കുന്നത് ഒരു ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് ആണ്. ടെർമിനലാണ്, ഗ്ലോബൽ സ്കെയിലാണ് നടക്കുന്നതെങ്കിലും ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് ആണ്. സഹിക്കാവുന്നതാണ്, പക്ഷേ ട്രാൻസ് ജനറേഷനിലാണെങ്കിലും ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് ആണ്. ഇതിൻ്റെ തന്നെ എക്സ്ട്രീം, ആ ഓറഞ്ച് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ടെർമിനലാണ്, ട്രാൻസ് ജനറേഷനിലാണ്. അതായത് മരണകാരണമാകാം, എന്നാൽ തലമുറകൾക്കപ്പുറം അത് കടന്നു പോകാം. അപ്പോൾ അത് എക്സിസ്റ്റൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ എക്സ് റിസ്ക്കായി മാറുന്നു. അപ്പോൾ ആവർത്തിക്കുന്നു, ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് എന്ന് വെച്ചാൽ വലിയ തലത്തിൽ, ആഗോളതലത്തിൽ മനുഷ്യരാശിയെ ബാധിക്കുകയും എന്നാൽ കുറച്ച് സമയമെടുത്തായാൽ പോലും റിക്കവറി സാധ്യമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ്.
എന്നാൽ റിക്കവറിക്ക് പോലും സാധ്യമാകാത്ത രീതിയിൽ മനുഷ്യരാശിയുടെ ഭാവി സാധ്യതകളെ അടയ്ക്കുന്ന തരം സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കുകളിലെ ചില ഉദാഹരണങ്ങളിലേക്ക് വരാം. പറഞ്ഞതുപോലെ മറ്റ് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുപോലെ ഒറ്റയടിക്ക് ഒരു സംഭവം കൊണ്ട് നടക്കുന്ന തരത്തിലുള്ള വിവരണങ്ങളല്ല ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കിനെ സംബന്ധിച്ചിടത്തോളം സയൻസിന് പറയാറുള്ളത്. അത് പലപ്പോഴും പതിയെ നടക്കുന്നതും പല ഘടകങ്ങൾ ചേർന്ന് സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ റിസ്കിൽ നമ്മൾ പ്രോബബിലിറ്റിയും അതിൻ്റെ ഇമ്പാക്റ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പല സംഭവങ്ങളും വളരെ ഡ്രമാറ്റിക്കാണ്, അതായത് വളരെ സിവിയർ സ്കെയിലുള്ളതാണ് എങ്കിൽ പോലും അവ അത്ര പ്രോബബിൾ അല്ല. അതായത് പറയുമ്പോൾ ഭയങ്കര ഡ്രാമയൊക്കെ ഉണ്ടെങ്കിലും അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സയൻസ് അതിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്. വളരെ ഡ്രാമാറ്റിക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ, എന്നാൽ അതേസമയം നമുക്ക് ഗ്ലോബൽ കറ്റാസ്ട്രഫി എന്ന് പറയുന്ന തരത്തിലുള്ള റിസ്ക് ഉയർത്തുന്ന സംഭവങ്ങൾ അത് ചിലപ്പോൾ പതിയെയായിരിക്കും സംഭവിക്കുന്നത്. അതിന് പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ സയൻസ് അതിനാണ് പ്രോബബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരക്കെ ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുണ്ട്. 1 നാച്ചുറൽ കോസസ് കാരണം ഉണ്ടാകാവുന്നത്, 2 മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ഉണ്ടാകുന്നത് ആന്ത്രപ്പോജനിക് എന്ന് വിളിക്കാവുന്ന, 3 ഹൈബ്രിഡ് ആയിട്ടുള്ള. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് സംഭവിക്കാവുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ദുരന്തമായിട്ട് മാറുന്ന രീതിയിൽ സംഭവിക്കുന്നവയാണ് നമ്മൾ ഹൈബ്രിഡ് റിസ്കുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലേക്ക് ഒരു ധൂമകേതു വന്ന് ഇടിക്കുന്നു, ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഇത് നാച്ചുറൽ കോസ് കാരണം ഉണ്ടാകുന്നതാണ്. മനുഷ്യന് അതിൽ പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നുമില്ല. അതുപോലെ ഒരു സൂപ്പർ വോൾക്കാനിക് എക്സ്പ്ലോഷൻ, ഭൂമിയിൽ ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും ഒരെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ചില വോൾക്കാനോകൾ അത്യധികം വലിപ്പമുള്ളവയാണ്, അവയാണ് നമ്മൾ സൂപ്പർ വോൾക്കാനോസ് എന്ന് വിളിക്കുന്നത്. അതിനുള്ള സാധ്യതകളും സത്യത്തിൽ തിയറട്ടിക്കലി നമുക്ക് നിലവിലുണ്ട്. അതൊക്കെ നാച്ചുറൽ കോസ് കാരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ സോളാർ ഫ്ലെയർസ് എന്ന് വിളിക്കുന്നത്, സൂര്യനിലുണ്ടാകാവുന്ന വയലൻ്റ് ആയിട്ടുള്ള പ്രതിഭാസങ്ങളുടെ പ്രതിഫലനം ഭൂമിയിലെത്തുമ്പോൾ അതും നമുക്ക് വലിയ കറ്റാസ്ട്രഫി, വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. ഇതെല്ലാം നാച്ചുറൽ റിസ്കുകളിൽ പെടുന്നതാണ്. ഇനി ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള റിസ്കുകൾ, ഉദാഹരണത്തിന് ബയോ എഞ്ചിനീയറിംഗ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാൻഡമിക് എന്ന രൂപത്തിൽ മഹാവ്യാധികളായിട്ട് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ റിസ്കോ ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കോ ആയിട്ട് മാറിയേക്കാം. അതുപോലെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലാവസ്ഥാ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്, നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ട് മാറാം. ന്യൂക്ലിയർ വാർ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ട് മാറാം. അതുപോലെ നമ്മുടെ കൺട്രോളിനപ്പുറം കടന്നു പോകുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് നമുക്ക് ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്കോ എക്സിസ്റ്റൻഷ്യൽ റിസ്കോ ഒക്കെ ആയിട്ട് മാറാം. ഇനി മനുഷ്യൻ്റെ തന്നെ പിഴവുകൾ കൊണ്ടോ അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിപരമായിട്ടോ നാച്ചുറലായിട്ടോ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മുടെ ഫുഡ് സിസ്റ്റം സപ്ലൈ അതിന് ഒരു കൊളാപ്സ് സംഭവിച്ചാൽ, അത് തകർന്നു പോയി കഴിഞ്ഞാൽ അത് ഒരു ഹൈബ്രിഡ് കറ്റാസ്ട്രോഫിക് റിസ്ക് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു പോകുന്നതോ പവർ ഗ്രിഡിന് തകർച്ച സംഭവിക്കുന്നതോ അതിൽ പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്കൊരു ഹൈബ്രിഡ് റിസ്ക് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ ഈ 3 തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് സാധ്യതകളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ ഇവിടെ എടുത്ത് ഒന്ന് സംസാരിക്കണം. അവ എങ്ങനെയാണ് ഗ്ലോബൽ കറ്റാസ്ട്രോഫിക് റിസ്ക് ആയിട്ട് മാറുന്നതെന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല. ഇത് മാത്രമല്ല, മറ്റു സാധ്യതകളും ഇതേ സംബന്ധിച്ച് പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു 2019 കോവിഡ് പാൻഡമിക് എന്ന് പറയുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ്, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവം എന്ന രീതിയിൽ പൊക്കി വച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പല കാര്യങ്ങളും എത്രത്തോളം ഫ്രജൈലാണ് എന്നുള്ളത്. അത് നമ്മുടെ പല സിസ്റ്റങ്ങളും കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമാകുന്നതാണ് നമ്മൾ കണ്ടത്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു ഘട്ടത്തിൽ അസാധ്യമാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട്. അവിടെ സംഭവിച്ചത് എന്താണ്? ഒരു വൈറസ് അത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് വരുന്നു. അതിന് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതിന് മരണസാധ്യത കുറവായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗികൾ ആ വൈറസിനെ വഹിച്ചുകൊണ്ട് നിർബാധം സഞ്ചരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വിമാന സഞ്ചാരവും കപ്പൽ സഞ്ചാരവും പോലെ മനുഷ്യർ പരസ്പരം ഇടകലരുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വൈറസ് വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചു.
അപ്പോൾ രോഗികളുടെ എണ്ണം കൂടി. അപ്പോൾ ആശുപത്രികൾക്ക് രോഗികളെ താങ്ങാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ ചെറിയ ചികിത്സ കൊണ്ട് തന്നെ രക്ഷപ്പെടുമായിരുന്ന രോഗികൾ ചികിത്സയ്ക്ക് സാധ്യതയില്ലാതെ വന്നതോടുകൂടി മരണപ്പെട്ടു. അങ്ങനെ വലിയ തോതിൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിച്ചു. ഇങ്ങനെ പുതിയ വൈറസുകൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുമ്പോൾ, അതായത് മൃഗങ്ങളിൽ ഈ വൈറസുകൾക്ക് സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ്, ജനിതക ഉൾപരിവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യനെ ബാധിക്കാൻ പോകുന്ന കഴിവ് അവയ്ക്ക് നൽകുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് സൂനോസിസ് എന്നാണ്, അല്ലെങ്കിൽ സൂനോട്ടിക് ഒറിജിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് ഇനിയും സംഭവിക്കാം. ഇങ്ങനെ മറ്റൊരു വൈറസ് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിലേക്ക് വന്നാൽ അത് ഇതുപോലെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും വലിയ ഗ്ലോബൽ സ്കെയിലിൽ അത് ബാധിക്കുകയും ചെയ്താൽ നമ്മുടെ എക്കണോമിക് സ്ട്രക്ചർ തന്നെ തകർന്നു പോകും. നമ്മുടെ സകല ഇൻഫ്രാസ്ട്രക്ചറുകളെ അത് ബാധിക്കും. മനുഷ്യൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളെ അത് ബാധിക്കും. അങ്ങനെ പോയാൽ അത് പതിയെ സ്പൈറൽ ചെയ്ത് ഒരു ഗ്ലോബൽ കാറ്റാസ്ട്രോഫിക് റിസ്ക് ആയിട്ട് മാറാം. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു റിസ്ക്കാണ് അത്. കാരണം നമ്മൾ അതിലൂടെ ഒരിക്കൽ കടന്നു പോയിട്ടുണ്ട്. ഇനി മറ്റൊരു സാധ്യത ന്യൂക്ലിയർ വാർ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വിൻ്ററാണ്. ന്യൂക്ലിയർ വിൻ്റർ എന്ന് പറയുന്ന വാക്ക് പലർക്കും പുതിയതായിരിക്കും. അത് വിശദീകരിക്കാം. ഈ ന്യൂക്ലിയർ വാർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും തമ്മിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പല രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ പല രാജ്യങ്ങൾക്കും സ്വന്തമായി ആണവായുധങ്ങൾ ഉണ്ട്. അതിൽ ആരെങ്കിലുമൊക്കെ പ്രയോഗിച്ചാൽ മറ്റുള്ളവരും അത് പ്രയോഗിക്കാൻ നിർബന്ധിക്കപ്പെടും. പക്ഷേ ആണവായുധങ്ങൾ അങ്ങനെ പ്രയോഗിക്കപ്പെട്ടാൽ ആ പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് ആണവ ശക്തികൾക്കിടയിൽ ഒതുങ്ങുന്നതായിരിക്കില്ല ആ ദുരന്തം. വലിയ തോതിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന സ്ഫോടനവും, അത് ആ സ്ഫോടനത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ആണവായുധം പ്രയോഗിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനോ സ്വത്തോ മാത്രമല്ല അവിടുത്തെ പ്രശ്നം. ഇത് വലിയ തോതിലുള്ള കരിയും പുകയും പൊട്ടിപ്പടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കും. ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. താഴേക്ക് വരാൻ വർഷങ്ങളെടുക്കും. അങ്ങനെ വർഷങ്ങളോളം ഈ പൊടിപടലങ്ങൾ ആകാശത്ത് തങ്ങി നിന്നാൽ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് തടയപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ചെടികൾക്ക് സ്വന്തമായി പാചകം ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ, നമ്മൾ ചെടികളെയാണ് ആഹാരത്തിന് ആത്യന്തികമായി ആശ്രയിക്കുന്നത്, ഈ ക്രോപ്പ് ഫെയിലിയറിലേക്ക് അതെത്തും. അതുപോലെ കാലാവസ്ഥാ സിസ്റ്റങ്ങൾ, മൺസൂൺ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ സിസ്റ്റങ്ങൾ തകിടം മറിയും. താഴേക്ക് ഭൂമിയിൽ സൂര്യ എനർജി എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ താപനില താഴും. അങ്ങനെയാണ് ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും താപനിലയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം തകിടം മറിയും. ചെടികൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ ആഹാര സ്രോതസ്സുകൾ ഇല്ലാതാകും. ചെടികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവികൾ ഇല്ലാതാകും. ആ ജീവികളെയും ചെടികളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു രാജ്യത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഓരോ രാജ്യവും ഭക്ഷണം മറ്റു സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തും. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഭക്ഷണം കിട്ടാതെ വരും. അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. വലിയ തോതിലുള്ള അസ്ഥിരത ഉണ്ടാകും. ഇത് വർഷങ്ങളോളം മുന്നിലേക്ക് പോകുന്ന പതിയെ വഷളായി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു റിസ്ക്കാണ്. അതുപോലെ കാലാവസ്ഥാ മാറ്റത്തിലെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് നാളെ എന്നോ സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരന്തമല്ല, അല്ലെങ്കിൽ ഒരു സാധ്യത മാത്രമല്ല. അത് നമുക്ക് ചുറ്റും ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലപ്പോഴും ഒരു ക്ലൈമറ്റിക് ടിപ്പിംഗ് പോയിൻ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ടിപ്പിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വഷളാകുന്നതിന് പകരം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു മാറ്റം വലിയ മാറ്റമായിട്ട് പെട്ടെന്ന് മാറുന്നതിനാണ് നമ്മൾ ടിപ്പിംഗ് പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു കസേരയിലിരുന്ന് ഇങ്ങനെ കസേര ചരിച്ച് കളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അത് കുറച്ച് ചരിക്കുന്നു, തിരിച്ചു വരും, കുറച്ചുകൂടി ചരിക്കുന്നു, തിരിച്ചു വരും. ഒരു പരിധിക്കപ്പുറം ആ കുട്ടി കസേര ചരിച്ചാൽ ആ കുട്ടി കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴും. പിന്നെ ആ കസേര താഴെ തിരിച്ചു വരില്ല. അപ്പോൾ അവിടെ ആ കസേര ഒരു ടിപ്പിംഗ് പോയിന്റിലെത്തി നമുക്ക് പറയാം. നമ്മുടെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പലതരം ടിപ്പിംഗ് പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയുടെ ഉത്തര ധ്രുവത്തിന് ചുറ്റുമുള്ള ആർട്ടിക് പ്രദേശത്ത് അവിടെ താപനില വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തറ തന്നെ ഉറഞ്ഞ അവസ്ഥയിലാണ്. പെർമഫ്രോസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ വലിയ മീഥെയ്ൻ ഗ്യാസിൻ്റെ റിസർവുകളുണ്ട്. ഗ്ലോബൽ ടെമ്പറേച്ചർ പതിയെ ഉയരുമ്പോൾ ഈ പെർമഫ്രോസ്റ്റ് പലയിടങ്ങളിലും ഉരുകിപ്പോകാം, മെൽറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിലുള്ള മീഥെയ്ൻ റിസർവുകൾ ഓപ്പൺ ആകും. മീഥെയ്ൻ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. മീഥെയ്ൻ നല്ല ഒന്നാം തരം ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അത് അന്തരീക്ഷ താപനില കൂട്ടുന്നതിന് പിന്നെയും കാരണമാകും.
കൂടുതൽ താപനില ഉയരുമ്പോൾ കൂടുതൽ പെർമാഫ്രോസ്റ്റ് ഉരുകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മീഥെയ്ൻ പുറത്തേക്ക് വരും. അപ്പോൾ അത് പിന്നെയും താപനില കൂടുന്നതിലേക്ക് നയിക്കും. അതൊരു ഫീഡ്ബാക്ക് ലൂപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഭൂമിയിലേക്ക് വരുന്ന സൗരോർജ്ജത്തിന് നല്ലൊരു പങ്കിനെയും പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നത് ഐസ് പാളികളാണ്. ഈ ഐസ് പാളികൾ ഉരുകുമ്പോൾ, ഐസ് പാളികൾ ഉരുകി വെള്ളമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ജലമായിരിക്കും എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. ജലം വെള്ളത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജലം ആ സൗരോർജ്ജത്തെ ആഗിരണം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ താപനില കൂട്ടും. താപനില കൂടുമ്പോൾ കൂടുതൽ ഐസ് ഉരുക്കും. പിന്നെയും കൂടുതൽ ഹീറ്റ് ആഗിരണം ചെയ്യപ്പെടും, കൂടുതൽ ഐസ് ഉരുകും. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതെല്ലാം ചില ടിപ്പിംഗ് പോയിന്റുകളാണ്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മാറിയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവിടെ സംഭവിക്കും. കാലാവസ്ഥാ സിസ്റ്റങ്ങൾ മാറുമ്പോൾ മഴയുടെ പാറ്റേൺ മാറും, പലയിടങ്ങളിലും ക്രോപ്പ് ഫെയിലിയർ സംഭവിക്കും. അതുപോലെ താപനില ഉയർന്ന് കൂടുതൽ ഐസ് ഉരുകുമ്പോൾ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഉയരും. സമുദ്ര തീരങ്ങളിൽ കിടക്കുന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാകും. അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതം അസാധ്യമാകും. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാകും. അപ്പോൾ അതിനെ തുടർന്ന് മൈഗ്രേഷൻസ് ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്നും ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ സമൂഹങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മാറ്റത്തോടൊപ്പം സംഭവിക്കുന്ന ക്രോപ്പ് ഫെയിലിയർ, വിളകൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകും. അത് കൂടുതൽ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാക്കും. ആളുകൾ പരസ്പരം മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് ഒരു ത്രെട്ടായിട്ട് മറ്റു സ്ഥലങ്ങൾ കാണും. ഇങ്ങനെ ഈ ഇഷ്യൂ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ, പറയുമ്പോൾ തോന്നുന്നത് പോലെ, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ലോകത്തിലെ താപനില 1 ഡിഗ്രി ഉയർന്നാൽ ഇപ്പോൾ എന്ത് സംഭവിക്കാനാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് 1 ഡിഗ്രി ഉയരുക എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവത്തിൽ ഒതുങ്ങില്ല. അത് പതിയെ മനുഷ്യരാശിയെ മൊത്തത്തിൽ ബാധിക്കുക തന്നെ ചെയ്യും. അത് നാളെ എപ്പോഴും വരാൻ പോകുന്നൊരു ദുരന്തമല്ല, നമുക്ക് ചുറ്റും ഇപ്പോഴേ നടന്നു തുടങ്ങിയ ഒന്നാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുപിടിച്ചിരിക്കുന്ന മറ്റൊരു ചർച്ചയാണ് അൺഅലൈൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് മനുഷ്യൻ്റെ താല്പര്യങ്ങളോട് യോജിക്കാത്ത തരത്തിൽ വികസിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പൊതുവിൽ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഒരുപാട് പേര് അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ മനുഷ്യർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ താല്പര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിക്കൊള്ളണമെന്നില്ല. ഓർക്കുക, പൊതുവിൽ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണിക്കുന്നത് പോലെ സ്വന്തമായിട്ട് ബുദ്ധിയൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാകുന്ന റോബോട്ടുകൾ മനുഷ്യനെ കീഴടക്കി ഈ ഭൂമിയുടെ അധിപന്മാരാവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അത് ഫിക്ഷണൽ മാത്രമാണ്. മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടിയുള്ള സാങ്കേതിക വിദ്യകൾ, മോഡലുകൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള തീരുമാനമായിരിക്കാം. പക്ഷേ ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെ ആരോഗ്യത്തെ പരിഗണിക്കാത്തതാകാം, അവരുടെ വെൽബീയിങ്ങിനെ പരിഗണിക്കാത്തതാകാം. അതായത് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമാണ് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ബേജാറാവുന്നതെന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് ഗുണമുള്ളതായിക്കൊള്ളണം എന്നില്ല. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളായിട്ട് മാറാം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പൈറൽ ചെയ്ത് എക്കണോമിക് ഇഷ്യൂ ആയിട്ടും സോഷ്യൽ ഇഷ്യൂസുമായിട്ടും ഒക്കെ ആയിട്ട് പതിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിസ്ക് ആയിട്ട് മാറാം. ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഗ്ലോബൽ ഫുഡ് സിസ്റ്റം കൊളാപ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ കരുതുന്ന അത്ര സോളിഡൊന്നും അല്ല നമ്മളുടെ ഈ ഫുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും നമ്മൾ ജീവിക്കുന്നിടത്ത് തന്നെ ഉണ്ടാക്കപ്പെടുന്നവയല്ല, പല രീതിയിലാണ് ഇവ ഉണ്ടാക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഫോസിൽ ഫ്യൂവൽസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഇല്ലാതാകുമ്പോൾ ഫെർട്ടിലൈസറുകളുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കാം. ഫെർട്ടിലൈസറുകളുടെ പ്രൊഡക്ഷൻ ഇല്ലാതാകുമ്പോൾ അത് ക്രോപ്പ് ഈൽഡിനെ ബാധിക്കും. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കും. ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുമ്പോൾ അത് 1-2 സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വിളകളെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് വിളകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കേരളത്തിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല. പക്ഷേ കേരളത്തിന് വെളിയിൽ കൃഷി നടക്കുന്നത് കൊണ്ടും നമുക്ക് അതിനോട് ആക്സസ് ഉള്ളത് കൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. എന്നാൽ പല പ്രദേശങ്ങളിൽ ഒരേ സമയം പല വിളകൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ബഫറില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രശ്നങ്ങളായിട്ട് സ്പൈറൽ ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കും, അത് സമൂഹത്തിലെ സ്ഥിരതയെ, സ്റ്റെബിലിറ്റിയെ ബാധിക്കും. പട്ടിണിയിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് പിന്നെ പഴയ മോറൽ വാല്യൂസ് ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. കൊലയും കൊള്ളയും ഒക്കെ വ്യാപകമാകാം.
അത് സൊസൈറ്റൽ ഇൻസ്റ്റബിലിറ്റീസിലേക്ക് ബാധിക്കാം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാം, പ്രദേശങ്ങൾ തമ്മിലോ രാജ്യങ്ങൾ തമ്മിലോ ഉള്ള പ്രശ്നങ്ങളായിട്ട് അത് മാറാം. മൊത്തത്തിൽ മനുഷ്യരാശിയെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് സ്പൈറൽ ചെയ്ത് പോകാം. പറയുന്നത് ഈ ഫുഡ് സിസ്റ്റമൊക്കെ ഒരു ഡെലിക്കേറ്റ് ബാലൻസിലാണ് ഇപ്പോൾ നിന്ന് പോകുന്നത്. അതിന് എപ്പോഴെങ്കിലും ഈ തരത്തിലുള്ളൊരു ഗ്ലോബൽ ഇഫക്റ്റ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നമുക്കൊരു കറ്റാസ്ട്രഫി തന്നെയായിട്ട് മാറാം. ഇനി പൊതുവിൽ സയൻറ്റിഫിക് ആണെങ്കിലും കുറച്ചുകൂടി ഡ്രമാറ്റിക് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ലോകാവസാന സാധ്യതകളാണ് രണ്ടെണ്ണം. ഒന്ന് ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റും മറ്റൊന്ന് നേരത്തെ പറഞ്ഞു സൂപ്പർ വോൾക്കാനിക് ഇറപ്ഷനുമാണ്. ഈ ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡ്രമാറ്റിക് ആണ്. കാരണം വളരെ വലിപ്പമുള്ളൊരു 10 കിലോമീറ്ററൊക്കെ വലിപ്പമുള്ള ഒരു വലിയ വസ്തു ആകാശത്ത് എവിടെ നിന്നെങ്കിലും വന്ന് ഭൂമിയിലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് ഇടിക്കുന്ന ഭാഗത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ദുരന്തമായിരിക്കില്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റാണ് ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. അത് ദിനോസറുകൾ കൂടി നിന്ന പ്രദേശത്തേക്ക് ഒരു ആസ്റ്ററോയിഡ് വന്ന് ഇടിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു സംഭവമല്ല. മറിച്ച് ഇത്രയധികം വലിയൊരു വസ്തു ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുമ്പോൾ അത് വഹിക്കുന്നൊരു കൈനറ്റിക് എനർജി ഉണ്ട്. അത്രയും ഊർജ്ജം കൂടിയാണ് അത് കൊണ്ടുവരുന്നത്. അത് ലക്ഷക്കണക്കിന് ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടുന്നതിന് തുല്യമായിട്ടുള്ള എനർജി ആയിരിക്കും കൊണ്ടുവരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗ്ലോബലി ഉണ്ടാക്കും. കാരണം ഈ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആസ്റ്ററോയിഡ് വന്ന് വെള്ളത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന അത്യധികം ഉയർന്ന ഊർജ്ജം കാരണം വെള്ളം ഇൻസ്റ്റൻ്റലി വേപ്പറൈസ് ആയി പോകും. അത് സ്റ്റീം എക്സ്പ്ലോഷനായിട്ട് മാറും. അപ്പോൾ ആ സ്റ്റീം എന്ന് പറയുന്നത് അന്തരീക്ഷത്തെക്കാളും ഡെൻസിറ്റി കുറഞ്ഞ വാതകമായതുകൊണ്ട് അവിടെ ഒരു വലിയ ഹോൾ സൃഷ്ടിക്കപ്പെടും. അവിടേക്ക് ചുറ്റുപാടുകളിൽ നിന്നും വായു പാഞ്ഞു വരും. അതൊരു വലിയ കാറ്റായിട്ട് മാറും. ഗ്ലോബൽ സർക്കുലേഷൻ സിസ്റ്റത്തെ മൊത്തത്തിൽ അത് ബാധിക്കും. കടലിൽ അത് സുനാമികൾ ഉണ്ടാക്കും. സുനാമി കരയിലേക്ക് ഇടിച്ചു കയറും. ഈ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻറ്റൻസ് ഹീറ്റ് അത് വലിയ കാട്ടുതീകൾക്ക് കാരണമാകും. ആ കാട്ടുതീയുടെയൊക്കെ ഫലമായിട്ട് പലയിടങ്ങളിലുണ്ടാകുന്ന തീപിടുത്തങ്ങളുടെയൊക്കെ ഫലമായിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള വലിയ തോതിലുള്ള കരി അന്തരീക്ഷത്തിലേക്ക് വരും. അത് സൂര്യനെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ തടയും. അത് പിന്നീട് ക്രോപ്പ് ഫെയിലിയറിലേക്ക് നയിക്കും. അത് മറ്റൊരു വോൾക്കാനിക് വിൻ്റർ പോലെ മാറും. അങ്ങനെ ഇത് വലിയ വലിയ ഇഷ്യൂ ആയിട്ട് ഒരു ഗ്ലോബൽ സ്കെയിലിൽ സ്പൈറൽ ചെയ്യപ്പെടും. അല്ലാതെ ഒരു കൂട്ടിയിടിയിൽ ആ ഇഷ്യൂ അവസാനിക്കില്ല. അങ്ങനെയാണ് ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റ് ഒരു വലിയ കറ്റാസ്ട്രഫിക് റിസ്ക് ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഡ്രമാറ്റിക് അല്ല എങ്കിൽ പോലും നമ്മൾ ആദ്യം പറഞ്ഞത് റിസ്കിൻ്റെ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പോൾ അവയ്ക്ക് പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഒരു പാൻഡമിക്കോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വാറോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ അതിനേക്കാൾ സാധ്യത അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കുറവാണ് ഒരു ആസ്റ്ററോയിഡ് ഇമ്പാക്റ്റിന്. അത് നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ഏതാനും സെൻറ്റിമീറ്ററുകളോ മീറ്ററോ ഒക്കെ വലിപ്പമുള്ള ഒരു ആസ്റ്ററോയിഡ് വന്നിടിക്കുന്നത് താരതമ്യേന സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നിരന്തരവും എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഭൂമി നടക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ തോതിലുള്ള ഏതാനും സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പാർട്ടിക്കിൾസ്, ചെറിയ കഷണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു കയറുന്നതും ഭൂമിയിൽ വന്ന് വീഴുന്നതും ഒക്കെ നിരന്തരം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വലിപ്പം കുറവായതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതാണ്. ഇത്രയും വലിയ തരത്തിലുള്ള ഗ്ലോബൽ റിസ്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വസ്തു വന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ആ പ്രോബിലിറ്റി വളരെ കുറവാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇതിനൊക്കെ ഒരുപാട് മോണിറ്ററിങ് സംവിധാനങ്ങൾ, നമുക്ക് സ്പേസിനെ കുറിച്ച് വലിയ ധാരണയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സ്പേസിനെ നമ്മൾ മാപ്പ് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള സ്പേസ് പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ത്രട്ടാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങൾ നമുക്ക് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. അടുത്ത ഈ സമീപ ഭാവിയിലെങ്ങും ഭൂമിയിലേക്ക് വന്നിടിക്കാൻ സാധ്യതയുള്ള ഒന്നും തന്നെ നമ്മുടെ മാപ്പിലില്ല. പലപ്പോഴും വാർത്തകളിൽ ഇച്ചിരി പൊലിപ്പിച്ച കഥ വരുന്നു, ഇപ്പോൾ വന്നിടിക്കും എന്ന മട്ടിലൊക്കെ പറയാറുണ്ടെങ്കിലും അതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമുക്ക് ഒരുപാട് നിയർ എർത്ത് ഒബ്ജക്റ്റ് സർവേ എന്നൊക്കെ പറയുന്നത്, ഭൂമിയോട് അടുത്ത് വരാൻ സാധ്യതയുള്ള വസ്തുക്കളെല്ലാം കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ട്. അവ എങ്ങോട്ടാണ് ചലിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു റിസ്ക്കാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ വന്ന് ഇടിച്ചാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും അത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സൂപ്പർ വോൾക്കാനിക് എക്സ്പ്ലോഷൻസും. വലിയ തോതിലുള്ള വോൾക്കാനിക് മെറ്റീരിയൽസ് പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തെ മറച്ച് നിർത്തുകയും അതുകൊണ്ട് സൂര്യപ്രകാശം ബ്ലോക്ക് ചെയ്യപ്പെടുകയും അങ്ങനെ വിളകളെ ബാധിക്കുകയും നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ പ്രശ്നം സ്പൈറൽ ചെയ്യുക എന്നുള്ളതാണ് അവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സൂപ്പർ വോൾക്കാനിക് എക്സ്പ്ലോഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും താരതമ്യേന വളരെ കുറവാണ്. ഇത്ര ഡ്രമാറ്റിക് അല്ലെങ്കിൽ പോലും പാൻഡമിക്കോ സൂപ്പർ ഇൻ്റലിജൻസിൻ്റെ വരവോ അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ
പല റിസ്ക്കുകളും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അവയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആണ്, ചിലതിനൊക്കെ നമ്മളിപ്പോഴും പ്രിപ്പയർഡ് അല്ല. അതൊരു വലിയ തരത്തിലുള്ള അവയർനെസ് ഉണ്ടായാൽ മാത്രം സാധ്യമായതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാൻഡമിക്കുകൾ രണ്ട് രീതിയിൽ സംഭവിക്കാം. സ്വാഭാവികമായ പരിവർത്തനം സംഭവിച്ച് വൈറസുകൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് വരാം. എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ പല ലാബുകളിലും ബയോടെക്നോളജിയിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ചില സൂക്ഷ്മജീവികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബയോ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കോവിഡ് വൈറസിനെ പോലെ നമ്മളെ മൊത്തത്തിൽ പിടിച്ച് ഉലയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വൈറസ് ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് എത്തിപ്പെടുകയും ചെയ്താലും മതി. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിലും അത്തരം എക്സ്പ്ലോറേഷൻസിലും ഒക്കെ നമ്മൾ കൂടുതൽ ചെക്ക് മാർക്കുകൾ വെക്കേണ്ടി വരും, നിരീക്ഷിക്കേണ്ടി വരും. കാലാവസ്ഥ മാറ്റത്തെ നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ടി വരും. പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെ വളരെ സൂക്ഷ്മമായി സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ റിസ്ക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോഴും ഇത് വലിയ റിസ്ക്കുകളായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നും ലോകാവസാനം എന്ന വാക്കിന് തുല്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഗ്ലോബൽ കറ്റാസ്ട്രഫിക് റിസ്ക്കുകളാണ്. എന്നാൽ അതൊരിക്കലും മതവിശ്വാസത്തിലോ മറ്റ് വിശ്വാസ പ്രമാണങ്ങളിലോ പറയുന്ന തരത്തിലുള്ള ഒരു ഡൂംസ് ഡേ സെനാരിയോ ആയിരിക്കില്ല. ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ലോകാവസാനം തൽക്കാലം നമ്മുടെ മുമ്പിലില്ല. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം.